അസ്സലാമലൈക്കും. ഉമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട വിധത്തിലേക്ക് കടക്കണ്ടേ? പോകാം. വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ. ചുവന്നുള്ളി ഒരു 10-30 ചെറിയ ഉള്ളിയായി കാരണട്ടോ. 5 ചാള വെളുത്തുള്ളി ഒരു മൂപ്പാവട്ടെ മക്കളെ. ചുവന്നുള്ളിയും ഉണക്കമുളകും വറുത്ത് കൂടി ചേർത്തിട്ട് ചമ്മന്തി അരച്ചാൽ ഉള്ളി ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ഒരു പറ ചോറുണ്ണ ഈ ചമ്മന്തി കൂട്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു കരി മോരുണ്ടായാലും മതി കൂടെ ഒഴിച്ചു കൂട്ടാനും. ഇനി നമ്മൾ മിളക് ഇടുന്നു കേട്ടോ. പത്ത് മിളക് ഇട്ടുണ്ട്, ഉണക്കമുളക്. അപ്പോൾ ഗൈസ് 4 വേപ്പില. ചിക്കൻ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളി പിച്ചി കീറിയിടട്ടെ. പിച്ചിക്കീറി ഗായ്സ്, പിച്ചിക്കീറി. അപ്പം മക്കളെ, നമ്മുടെ വിളകും വേപ്പിൻ്റെ ഇലയും ഉള്ളിയും ഒക്കെ പാകമായി. അതിന് പാകത്തിന് പുളി ചേർത്തത്. ഇനി ഉപ്പ് നമ്മൾ ജാറിലിടുമ്പോൾ കാണിക്കട്ടെ മക്കളെ. അപ്പം ഇനി ഇത് ഓഫാക്കട്ടെ. ഇത് ഓഫാക്കി ഇവിടെ ചൂടാറട്ടെ. ഗ്യാസ് ഓഫാക്കി. നമ്മുടെ മിളകും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും പുളിയൊക്കെ വാടി. ഇനി അതിൽ പാകത്തിന് ഉപ്പിടണം കേട്ടോ. പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് പഞ്ചസാര ഇടണം കേട്ടോ. എന്നിട്ട് ഇതും കൂടി അരച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ 2 ആൾക്കാർക്ക് വേണ്ടു, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണിത്. ഞാൻ കഴിച്ച് നോക്കി. ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കഴിക്കാം. സ്പൂൺ ഉണ്ടെങ്കിലും നമ്മൾ കൈയായിട്ട് തോണ്ടി കഴിക്കണം. നല്ല ടേസ്റ്റാണ്. സൂപ്പർ സാധനമാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമലൈക്കും.